വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 14:25 മുതൽ 35 വരെ. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽക്കാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് ഞാൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിനെ രസം വരുത്തും? പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മിക്ക കോഴ്സുകൾക്കും പഠിക്കാൻ ഒരു കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. ചില ജോലികൾക്കും ഒരു കുറഞ്ഞ യോഗ്യതയുണ്ട്. ചിലത് വിദ്യാഭ്യാസ യോഗ്യത, ചിലത് മുൻപരിചയം, പിന്നെ വേറെ ചില ജോലികൾക്ക് ശാരീരിക യോഗ്യതകളുമുണ്ട്. ഉദാഹരണത്തിന് പോലീസിലോ പട്ടാളത്തിലോ ചേരാൻ ചില ശാരീരിക യോഗ്യതകൾ പ്രധാനപ്പെട്ടതാണ്. ഈ യോഗ്യതകൾ വലിയൊരു ജനക്കൂട്ടത്തിൽ നിന്നും ആ ജോലിക്ക് കൊള്ളാവുന്നവരെ മാത്രം തിരഞ്ഞെടുക്കാൻ സഹായിക്കും. ഈ യോഗ്യതകൾ ഉണ്ടെന്ന് അധികൃതർക്ക് ബോധ്യമായാൽ മാത്രമേ ആ ജോലി അവർക്ക് ലഭിക്കൂ. യേശുവിൻ്റെ അത്ഭുതങ്ങളും തൻ്റെ അസാധാരണമായ പഠിപ്പിക്കലുകളും മൂലം അനേകർ യേശുവിൻ്റെ പുറകെ കൂടിയിരുന്നു. അത്ഭുതം കാണാൻ എക്കാലത്തും ആൾ കൂടുമല്ലോ. പിന്നെ അന്നത്തെ മത നേതാക്കളുടെ മതപ്രസംഗങ്ങൾ പോലെ ആയിരുന്നില്ല യേശുവിൻ്റെ പ്രസംഗങ്ങൾ. ഇവൻ സംസാരിക്കുന്നത് പോലെ വേറെ ആരും സംസാരിച്ചിട്ടില്ലെന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നവരാണ് പറഞ്ഞത്. പോരാത്തതിന് ആയിരക്കണക്കിന് ആളുകൾക്കാണ് യേശു അത്ഭുതകരമായി ഭക്ഷണം നൽകിയത്. അനേകർക്ക് രോഗസൗഖ്യവും നൽകി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ജനം കൂടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പക്ഷേ യേശു ഒരിക്കലും തൻ്റെ കൂടെ വരുന്ന ജനത്തെ കണ്ട് തൻ്റെ തീരുമാനങ്ങളെയോ പ്രവൃത്തികളെയോ മാറ്റിയില്ല. ഈ കണ്ട ആളുകളെയൊക്കെ എങ്ങനെയെങ്കിലും തൻ്റെ കൂടെ നിർത്തണം എന്നും യേശു കരുതിയില്ല. നേരെ മറിച്ച് കൂടെയുള്ള ആളുകളെ എങ്ങനെ ഒഴിവാക്കാം, അവരെ എങ്ങനെ പിന്തിരിപ്പിക്കാം എന്ന രീതിയിലാണ് യേശു അവരോട് സംസാരിച്ചത്. ഇന്ന് നാം വായിച്ച ഭാഗത്ത് യേശുവിൻ്റെ കൂടെ വലിയ ഒരു ജനക്കൂട്ടമുണ്ട്. അത്ഭുതം കാണാനോ പ്രസംഗം കേൾക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ആയിരിക്കും ആ ജനം യേശുവിൻ്റെ കൂടെ കൂടിയത്. ഈ വലിയ ജനക്കൂട്ടം മുഴുവനും എന്നെ അനുഗമിക്കുന്നവരാണ് എന്ന് വേണമെങ്കിൽ യേശുവിന് പറയാമായിരുന്നു. പക്ഷേ യേശു അത് ചെയ്തില്ല. അതിൻ്റെ കാരണം യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനിൽ സ്വതവേ ഉള്ളതെന്താണെന്ന് യേശുവിന് അറിയാമായിരുന്നു. എന്ന് വെച്ചാൽ ഈ വലിയ പുരുഷാരത്തിൽ ഓരോരുത്തരുടെയും ഉദ്ദേശം എന്താണെന്ന് യേശുവിന് അറിയാമായിരുന്നു. അവരെല്ലാവരും തൻ്റെ ശിഷ്യന്മാരാവില്ലെന്നും യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് യേശു തിരിഞ്ഞ് തൻ്റെ പിന്നാലെ വരുന്ന പുരുഷാരത്തോട് തൻ്റെ ശിഷ്യനാകാനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യതകളെപ്പറ്റി പറഞ്ഞു. യേശുവിൻ്റെ ശിഷ്യനാകാനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യതകൾ യേശുവിടെ വിവരിക്കുകയാണ്. 26 വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇത് കേട്ട പുരുഷാരം അവരെല്ലാവരും യേശുവിൻ്റെ അടുക്കൽ വന്നവരാണ്. യേശു എങ്ങനെയുള്ളവനാണെന്ന് അവർക്ക് ഒരു ധാരണ കിട്ടിയിട്ടുമുണ്ട്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു കാര്യം ചെയ്യണം. അതെന്താണ്? അവർ യേശുവിനെ സ്നേഹിക്കണം. ഇങ്ങനെയല്ല യേശു പറഞ്ഞത്.
എന്നെ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ ശിഷ്യനായിരിക്കാമെന്നല്ല യേശു പറഞ്ഞത്. യേശുവിൻ്റെ അടുക്കൽ ആ പുരുഷാരത്തിലുണ്ടായിരുന്ന ഓരോ വ്യക്തിയും വന്നപ്പോൾ ആ വ്യക്തികൾ ചിലരെ സ്നേഹിച്ചിരുന്നു. പുരുഷാരത്തിൽ ചിലർ അപ്പനെയാണ് ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത്, ചിലർ അമ്മയെ, ചിലർ ഭാര്യയെ, ചിലർ മക്കളെ, ചിലർ സഹോദരന്മാരെ. മിക്ക പേരും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് സ്വന്തം ജീവനെ തന്നെയായിരുന്നു. ഈ പറഞ്ഞവയിൽ ഒന്നിനെയെങ്കിലും സ്നേഹിക്കാത്തവരായി ആരും ആ ജനക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു. ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയൂ എന്നല്ല യേശു പറഞ്ഞത്. മറിച്ച് ഈ ആളുകളെയും സ്വന്തം ജീവനെയും പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്നാണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരെയും, അതായത് മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും പകയ്ക്കണം, അവരോടൊക്കെ വഴക്കിടണം എന്നാണോ യേശു പറഞ്ഞത് എന്ന് സംശയം തോന്നും. അതൊരു ന്യായമായ സംശയമാണ്. ഇനി പകയ്ക്കുക എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. കുടുംബത്തിലുള്ളവരെ മാത്രം പകയ്ക്കാനല്ല യേശു പറഞ്ഞത്. സ്വന്തം ജീവനെ കൂടി പകയ്ക്കാത്തവന് യേശുവിൻ്റെ ശിഷ്യനാകാൻ കഴിയില്ലെന്നാണ് യേശു പറഞ്ഞത്. സ്വന്തം ജീവനെ സ്നേഹിക്കാതെ അതിന് ദോഷമുള്ളതൊക്കെ ചെയ്യണം എന്നാണ് ഇതിൻ്റെ അർത്ഥമെങ്കിൽ യേശുവിൻ്റെ ശിഷ്യരാകാൻ ആത്മഹത്യ ചെയ്യണം എന്ന് പറയേണ്ടി വരും. അപ്പോൾ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിൻ്റെ ശിഷ്യനാകാൻ ഒരാൾ തീരുമാനിക്കുമ്പോൾ അതിന് തടസ്സം പറയുന്നത് ആരാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചാൽ അതിന് തടസ്സം നിൽക്കുന്നത്. അയാളുടെ ഏറ്റവും അടുത്ത വ്യക്തി അയാളായിരിക്കും അതിനെതിരെ നിൽക്കുക. യേശുവിൻ്റെ ജീവിതത്തിൽ തന്നെ നമുക്കത് കാണാം. യേശു തൻ്റെ ശിഷ്യന്മാരോട് താൻ യെരുശലേമിലേക്ക് പോവുകയാണ്, തനിക്ക് യെരുശലേമിൽ സംഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു അത് എന്ന് നമുക്കറിയാം. യേശുവും അതാണ് പറഞ്ഞത്. പക്ഷേ യേശു അത് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ആരാണ് അതിന് തടസ്സം പറഞ്ഞത്? യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയാണോ? അല്ല. യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുത്തനായ പത്രോസായിരുന്നു. പത്രോസ് യേശുവിനെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് പത്രോസിനെ യേശു സാത്താനെ എന്ന സമയത്ത് വിളിച്ചത്. ദൈവത്തെ അനുസരിക്കുന്നതിൽ നിന്നും തന്നെ തടയാൻ ശ്രമിക്കുന്നത് മനുഷ്യരാണ്, മനുഷ്യനുള്ളത് ചിന്തിക്കുന്നവരാണ് എന്നാണ് യേശു അവിടെ പറഞ്ഞത്. യേശുവിനെ അനുഗമിക്കാൻ ഒരു വ്യക്തി തീരുമാനിക്കുമ്പോൾ അതിന് എതിര് പറയുന്നവർ തീർച്ചയായും സ്വന്തക്കാരും ഏറ്റവും പ്രിയപ്പെട്ടവരുമായിരിക്കും. അവരെയൊക്കെ പിണക്കിയിട്ട് യേശുവിനെ അനുഗമിക്കേണ്ടെന്ന് അനേകർ എല്ലാ കാലത്തും തീരുമാനിക്കുന്നു. ഇന്നും അങ്ങനെ ആളുകൾ തീരുമാനിക്കുന്നു. യേശു പറയുന്നതിന് ഘടകവിരുദ്ധമായി സ്വന്തക്കാർ, കുടുംബക്കാർ, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ എന്നിവർ പറയുമ്പോൾ ആരെയെങ്കിലും ഒരാളെ മാത്രമേ അനുസരിക്കാൻ സാധിക്കൂ. യേശുവിനെ അനുസരിക്കേണ്ട എന്ന് പറയുന്ന കുടുംബാംഗത്തിൻ്റെ വാക്ക് ഒരാൾക്കനുസരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ യേശുവിനെ പകയ്ക്കുകയാണ്. എന്നാൽ കുടുംബാംഗത്തിൻ്റെ ആലോചന വകവയ്ക്കാതെ യേശുവിനെ അനുഗമിച്ചാൽ അയാൾ കുടുംബാംഗത്തെ പകച്ച് യേശുവിനെ അനുഗമിക്കുകയാണ്. ഇന്നും അനേകരെ യേശുവിനെ അനുഗമിക്കുന്നതിൽ നിന്നും പിന്തിരിക്കുന്നത് സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെയാണ്. യേശുവിനെ അനുഗമിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാളുടെ സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ അയാളുടെ ശത്രുക്കളാകുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ എല്ലാം പ്രീതിപ്പെടുത്തുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്യാൻ സാധിക്കില്ലെന്ന് തന്നെയാണ് യേശു പറഞ്ഞത്. 27-ാം വാക്യത്തിൽ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് കാണുന്നു. ഇവിടെ ക്രൂശ് ധരിക്കുന്നവരെക്കുറിച്ചല്ല യേശു പറയുന്നത്, ക്രൂശ് എടുക്കുന്നവരെക്കുറിച്ചാണ്. ക്രൂശ് ധരിച്ചാൽ ശിഷ്യനാകില്ല, ക്രൂശ് എടുക്കണം. തൻ്റെ ക്രൂശ് എടുക്കുക, പിന്നാലെ വരിക എന്നീ രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ട ആവശ്യം ഇവിടെയുണ്ട്. ഇവിടെ യേശുവിൻ്റെ കുരിശിനെക്കുറിച്ചല്ല യേശു പറയുന്നത്, ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നവൻ്റെ കുരിശിനെ പറ്റിയാണ് യേശു പറഞ്ഞത്. ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും
അവരവരുടെ ക്രൂശ് എടുക്കണം. ഇതേപ്പറ്റി പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണ ഞാൻ പറയാം. കുരിശെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വിഷമതകളുമാണെന്ന് ആളുകൾ കരുതുന്നു. എൻ്റെ രോഗമാണ് എൻ്റെ കുരിശ്, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എൻ്റെ കുരിശ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബ പ്രശ്നങ്ങളാണ് എൻ്റെ കുരിശ് എന്നൊക്കെ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്നാൽ വാസ്തവത്തിൽ ഇതൊന്നുമല്ല കുരിശ്. യേശു ഇത് പറയുമ്പോൾ കുരിശ് ഒരു അലങ്കാര വസ്തുവോ മതത്തിൻ്റെ ചിഹ്നമോ ആയിരുന്നില്ല. കൊടും കുറ്റവാളികളായ അടിമകൾക്ക് വധശിക്ഷ നൽകാൻ ഉപയോഗിച്ചിരുന്ന 2 കഷ്ണം തടികൾ, അതുമാത്രമായിരുന്നു കുരിശ്. എന്നാൽ ഇന്നങ്ങനെയല്ല. കുരിശ് ഒരു അലങ്കാര വസ്തുവും ആഭരണവും മതത്തിൻ്റെ ചിഹ്നവുമൊക്കെയാണ്. യേശു അന്നത്തെ ആ പഴയ കുരിശിനെ പറ്റിയാണ് പറയുന്നത്. അക്കാലത്ത് ഒരാൾ ഒരു കുരിശും എടുത്തുകൊണ്ട് വഴിയിലൂടെ നടന്നാൽ കണ്ടു നിൽക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും: ആ പോകുന്നയാൾ മരിക്കാൻ പോവുകയാണ്. ഒരാൾ ഒരിക്കലേ കുരിശെടുക്കൂ, അന്ന് അയാൾ ആ കുരിശിൽ തൂങ്ങി മരിക്കും. ആ കുരിശിൽ നിന്നും തിരിച്ചിറക്കുന്നത് ആ മനുഷ്യൻ്റെ മൃതശരീരമായിരിക്കും. യേശു കുരിശെടുത്തപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത്. യേശുവിനെ ജീവനോടെയാണ് കുരിശിൽ തറച്ചത്. തിരിച്ച് കുരിശിൽ നിന്നിറങ്ങിയത് യേശുവിൻ്റെ ശവശരീരമായിരുന്നു. കുരിശെടുത്താൽ മരണം നിശ്ചയം. യേശു തൻ്റെ പിന്നാലെ വരുന്നവരോട് അവരുടെ കുരിശെടുക്കാൻ പറഞ്ഞപ്പോൾ മരിക്കാൻ തയ്യാറാകാനാണ് താൻ അവരോട് പറഞ്ഞത്. യേശു ഇത് പറഞ്ഞ സമയത്ത് ഒരാൾ കുരിശെടുത്തുകൊണ്ട് പോയാൽ അത് കാണുന്നവർ ചില കാര്യങ്ങൾ തീരുമാനിക്കും. കുരിശെടുത്തുകൊണ്ട് പോകുന്നയാൾ ഇനി ജീവനോടെ മടങ്ങി വരില്ല. അയാൾ തൻ്റെ വീട്ടുകാരോടും അയൽപ്പക്കക്കാരോടും സുഹൃത്തുക്കളോടും എല്ലാം വിട പറഞ്ഞു. അയാളുടെ വില്ലെഴുതി. അതായിരുന്നു അക്കാലത്ത് കുരിശെടുക്കുന്നതിൻ്റെ അർത്ഥം. യേശു ഇത് തന്നെയാണ് ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ റോമ ലേഖനം 6:1 മുതൽ 6 വരെയുള്ള ഭാഗം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഞാനതൊന്ന് വായിക്കാം. അതിങ്ങനെയാണ്. റോമർ 6:1 മുതൽ ഞാൻ വായിക്കുന്നു. ആകെയാൽ നാം എന്തു പറയണ്ടു? പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പാപസംബന്ധമായ മരണത്തെക്കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് 6-ാം വാക്യത്തിൽ നാം കാണുന്നു. യേശു ക്രൂശെടുത്ത് അനുഗമിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പഴയ മനുഷ്യനെ കുരിശിൽ തറച്ച് കൊല്ലാൻ തയ്യാറാവുക, ഒരു ദാക്ഷിണ്യവുമില്ലാതെ തൻ്റെ പഴയ സ്വഭാവത്തെ മരിപ്പിക്കുക എന്നാണ്. ഇത് ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് യേശു മരിച്ച കുരിശിലേക്ക്, ഗോൽഗത്തയിലുള്ള ആ കുരിശിലേക്കൊന്ന് നോക്കാം. യേശുവിനോടൊപ്പം 2 കുറ്റവാളികളെ കൂടി അവിടെ ക്രൂശിൽ തറച്ചിരുന്നു. അവരുടെ നടുവിലായിരുന്നു യേശുവിനെ ക്രൂശിച്ചത്. ആദ്യം ആ 2 പേരും യേശുവിനെ ദുഷിച്ച് സംസാരിച്ചു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അവരിൽ ഒരുവൻ മറ്റവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം ന്യായമായത് അനുഭവിക്കുന്നു, ഇവന് അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവൻ യേശുവിനോട്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കാൻ മറ്റവൻ പറഞ്ഞത് എന്താണ് എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. മറ്റേ ദുഷ്പ്രവൃത്തിക്കാരൻ, മാനസാന്തരപ്പെടാഞ്ഞവൻ, അവൻ പറഞ്ഞത്, നീ ക്രിസ്തുവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കും, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് വെച്ചാൽ അവന് മരിക്കണ്ട, ജീവിക്കണം. അവന് തൻ്റെ പഴയ ജീവിതം തുടരണം എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ മോഷണം, കൊല, കൊള്ള, അതെല്ലാം അവനെ തുടർന്ന് ചെയ്തുകൊണ്ടേ ജീവിക്കണം. പക്ഷേ മറ്റവൻ പറഞ്ഞു, എനിക്ക് ന്യായമായ ശിക്ഷയാണ് കിട്ടുന്നത്, മരണം.
അവൻ ആ ജീവിതം, പഴയ ജീവിതം ഇനി തുടരണ്ട. യേശുവിനെ നോക്കി പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. ആ പറഞ്ഞതിൻ്റെ അർത്ഥം തൻ്റെ പഴയ ജീവിതത്തിന് അവൻ മരിക്കാൻ തയ്യാറാണ്. ആ ജീവിതം അവൻ ഇനി തുടരേണ്ട. യേശുവിൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിൽ നിന്നും യേശു അതാണ് പ്രതീക്ഷിക്കുന്നത്. പഴയ മനുഷ്യനെ ക്രൂശിക്കാൻ തയ്യാറാകുന്നവർക്കേ യേശുവിൻ്റെ ശിഷ്യനാകാൻ സാധിക്കൂ. ലൂക്കോസ് 9:23 നാൾ തോറും ക്രൂശെടുക്കുന്നതിനെ പറ്റി യേശു പറഞ്ഞു. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പഴയ മനുഷ്യനെ ക്രൂശിക്കാൻ ഒരു ശിഷ്യൻ തയ്യാറാകണം. അതാണ് ശിഷ്യത്വത്തിൻ്റെ ഒരു പ്രധാന യോഗ്യത. പിന്നെ യേശുവിൻ്റെ പിന്നാലെ പോകണം. എന്ന് വെച്ചാൽ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും യേശുവിൻ്റെ ആലോചനയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. പലരും യേശുവിൻ്റെ പിന്നാലെ പോകാൻ തയ്യാറല്ല. അവർക്ക് സ്വന്തം വഴി തിരഞ്ഞെടുത്ത് അതിലൂടെ സഞ്ചരിക്കണം. അവർ സ്വന്തം ഇഷ്ടത്തിനും മറ്റാളുകളുടെ ഇഷ്ടത്തിനും ആണ് ജീവിക്കുന്നത്. യേശു പറയുന്ന വഴി നടക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർക്കും യേശുവിൻ്റെ ശിഷ്യരാകാൻ കഴിയില്ല. യേശുവിൻ്റെ ശിഷ്യനാകുക എന്നത് വളരെ എളുപ്പം സാധിക്കുന്ന ഒന്നാണെന്ന് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ശിഷ്യനാകുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതും വില കൊടുക്കേണ്ടതും ആണെന്നാണ് യേശു പറഞ്ഞത്. അത് വ്യക്തമാക്കാൻ യേശു 2 ഉപമകളാണ് പറഞ്ഞത്. ഗോപുരം പണിയാൻ തുനിയുന്ന ആളെക്കുറിച്ചും യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുന്ന രാജാവിനെക്കുറിച്ചുമുള്ള ഉപമകൾ. ഈ 2 ഉപമകളും ഒരു സത്യം കേൾവിക്കാരെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. കാരണം ആ സത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിൻ്റെ ശിഷ്യനാകാൻ ആരും ചിന്തിക്കാതെ, കൊടുക്കേണ്ട വിലയെക്കുറിച്ച് മനസ്സിലാക്കാതെ പുറപ്പെടരുത് എന്നാണ് യേശു പറയുന്നത്. ഗോപുരം പണിയാൻ തുടങ്ങും മുമ്പ്, അടിസ്ഥാനം ഇടും മുമ്പ് കൈവശം പണമുണ്ടോ എന്ന് നോക്കണം. യുദ്ധത്തിന് പോകും മുമ്പ് വിജയസാധ്യത ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണം. യേശുവിൻ്റെ ശിഷ്യനാകാൻ ശ്രമിക്കും മുമ്പ് അതിനുള്ള വില കൊടുക്കാൻ മനസ്സുണ്ടോ എന്ന് നോക്കണം. ആരും വൈകാരികമായൊരു തീരുമാനമെടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോകേണ്ട എന്നാണ് യേശു പറഞ്ഞത്. 33-ാം വാക്യത്തിൽ യേശു കാര്യം വിശദീകരിക്കുന്നു. തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയാൻ കഴിയില്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനാകാൻ ആർക്കും കഴിയില്ല. ഇത് യേശു വളരെ വ്യക്തമായി തൻ്റെ പിന്നാലെ ചെന്നവരോട് പറഞ്ഞു. ഇത് പറയുമ്പോൾ ചിലർ ചോദിക്കും, യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഇപ്പോൾ പലതും കൈവശമുണ്ടല്ലോ എന്ന്. അതിന് 2 വിശദീകരണങ്ങളാണ് നൽകാൻ കഴിയുക. ഒന്നാമത്തെ വിശദീകരണം, യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന പലരും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരല്ല. രണ്ടാമത്തെ വിശദീകരണം, യേശു പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്തതൊന്നും ഒരു ശിഷ്യൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നതാണ്. അതാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. യേശുവിന് വേണ്ടി തൻ്റെ കയ്യിലുള്ളതിനെയൊക്കെ വിട്ടുപിരിയാൻ മനസ്സുണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം. യേശുവിനേക്കാൾ കൂടുതൽ ഒരു വസ്തുവകയെയോ ഒരു വ്യക്തിയെയോ സ്നേഹിക്കാത്തവനായിരിക്കണം യേശുവിൻ്റെ ശിഷ്യൻ. 34-35 വാക്യങ്ങളിൽ യേശു ഉപ്പിനെക്കുറിച്ച് പറയുന്നു. ഉപ്പ് രസമില്ലാത്ത ഉപ്പ് തികച്ചും ഉപയോഗശൂന്യമാണ്. ഒരു ശിഷ്യന് വേണ്ട ഗുണങ്ങളില്ലാത്ത ശിഷ്യനും ഉപയോഗശൂന്യനാണ്. പേരുകൊണ്ട് മാത്രം ശിഷ്യരായവർ വാസ്തവത്തിൽ ശിഷ്യരല്ല. ഉപ്പെന്ന് പേരുണ്ടായിട്ടും ഉപ്പ് രസമില്ല എങ്കിൽ എന്ത് പ്രയോജനം? ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ ശിഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, അതിനു വേണ്ടുന്ന വില കൊടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഫോൺ നമ്പർ 09880221957 0980221957. വചനദീപം